ഗുരുവായൂർ ദേവസ്ഥയിൽ നിന്നും ഇത്തവണ കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങൾക്കായി 10 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്യുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങൾക്കായി 55 ലക്ഷം രൂപയാണ് ഇത്തവണ നൽകുന്നത്. പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ താലപ്പള്ളി തിരുവാതിര മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ജില്ലയിൽ 36 ലക്ഷം രൂപയും, തൃശൂർ ജില്ലയിൽ 2 കോടി 15 ലക്ഷം രൂപയും, കോഴിക്കോട് ജില്ലയിൽ 1 കോടി 50 ലക്ഷം രൂപയും വിതരണം ചെയ്യുമെന്നും മനോജ് ബി നായർ പറഞ്ഞു. ഈ ക്ഷേത്രം നമ്മുടെ താലൂക്കിലെ മാത്രമല്ല കോട്ടയം ജില്ലയിലെ അതിപ്രസക്തമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഓരോ ദിവസവും അനുദിനം ഈ ഭരണസമിതി വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശബരിമല സീസൺ നാളത്തെ കഴിഞ്ഞ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് ഉള്ള ഇടത്താവളമായി ഈ ക്ഷേത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുള്ള ധനസഹായം ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞ വർഷവും നൽകിയിട്ടുണ്ട്. ഈ വർഷം ഈ ക്ഷേത്രം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ധനസഹായം നൽകുന്നതാണ്. മീനച്ചിൽ താലൂക്ക് NSS യൂണിയൻ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ചിത്രലേഖ നോട്ടീസ് ഏറ്റുവാങ്ങി. കാവിൻപുറം ക്ഷേത്ര മേൽശാന്തി വടക്കയില്ലം നാരായണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കാവിൻപുറം ദേവസ്വം പ്രസിഡന്റ് TN സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ, ജയേന്ദ്രൻ വരകപ്പള്ളിൽ, PS ശശിധരൻ, CG വിജയകുമാർ, R സുനിൽകുമാർ, ത്രിവിക്രമൻ നായർ, ഗോപകുമാർ, ബാബു പുന്നത്താനം, പ്രസന്നകുമാർ കാട്ടുകുന്നത്ത്, ശിവദാസ് തുമ്പയിൽ, ആനന്ദവല്ലിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 27, 28 തീയതികളിലാണ് മഹോത്സവം. 27-ന് തിരുവാതിരകളി വഴിപാടും 28-ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും.